அப்ப இங்கிலீஷ்ல பரவீங்களா? നിന്നെയൊക്കെ ഞാൻ വാൺ ചെയ്ത് ഇല്ലടാ ഇതൊക്കെ പറയാനുള്ളതാണ്. ഈഗിൾ എവിടെടാ இருக்க മാപ്ല? ഈഗിളെ ഞാൻ എവിടെയോ ഉണ്ട് കോശ്. അല്ല ഞാൻ സീരിയസ് ആയിട്ട് നേരത്തെ കാര്യം പറയാം. അല്ല ഇതോടെ ഒറ്റ കാര്യം ഉണ്ട്, ഒരു കാര്യം ഉണ്ട്. ഇവ ഒന്നും പറയാതിരിക്കണത് വേറെ ഒന്നും കൊണ്ടല്ല. ഒരുപാട് അധ്വാനം ഉണ്ട് കേസ് ആ ഒരു പേരിന്, MRC എന്നുള്ള പേരിന്. ഞാൻ പറയാം, ഇത് എനിക്ക് പറയാൻ ഉള്ള റൈറ്റ് അല്ല, എന്നാലും ഞാൻ ഇവനെ റെപ്രസെന്റ് ചെയ്ത് സംസാരിക്കുക. എനിക്കറിയാം ഈ പറയണത് പോലെ ഇത്ര നാൾ തൊപ്പി അങ്ങനെ ഒരു പേര് കൊണ്ടുവന്നപ്പോഴത്തേക്കിന് ഇവൻ ഒരു ലോങ് ഗ്യാപ്പിന് ശേഷം തിരിച്ചു വന്ന് ഇവൻ MRC ഗ്യാങ് എന്നുള്ള MRC പേരിനോടുള്ള ടാഗ് തിരിച്ചെടുക്കാനുള്ള, അല്ലെങ്കിൽ ആ പേര് റെപ്യൂട്ടേഷൻ ഉണ്ടാക്കിയ ആ ഒരു, അല്ലെങ്കിൽ അവർ കൊണ്ടുവന്ന എക്സ്പോഷർ ക്ലെയിം ചെയ്യാൻ ഗോകു ഒരിക്കൽ പോലും നിന്നിട്ടില്ല. സീരിയസ് ആയിട്ട് ഞാൻ പറയുവാണ്. അത് അവൻ ഇന്നും പറയാൻ മടിയായോണ്ടാണ് നിങ്ങളോട് സംസാരിക്കാത്ത ലൈവിൽ. ഞങ്ങൾ ഇന്നലത്തെ ഇത് കഴിഞ്ഞപ്പോൾ തന്നെ ഓൾറെഡി അശ്വിൻ ചേട്ടൻ അടക്കം പറഞ്ഞതാണ്, ഇനി ഈ പേര് വെച്ചിട്ട് ഇമാതിരി തന്തലായി കേരളത്തിൽ കാണിക്കാൻ പറ്റത്തില്ല. അതിനി നീയൊക്കെ ആരെൻ്റെ അടുത്ത് നാളെ വന്ന് ചോദ്യം ചെയ്താലും MRCക്ക് വേണ്ടി കളിച്ച ഒരു പ്ലെയർ എന്നുള്ള രീതിയിൽ ഞാൻ പറയുവാണ്, ഇനി ഈ പേര് വെച്ച് കേരളത്തിൽ തന്തലാഴി കാണിക്കത്തില്ല. അതിനി ആരാണേലും ഞാൻ ഉറപ്പ് പറയാം കേസ്. പേര് മാറ്റുന്നെങ്കിൽ പേര് മാറ്റാം, ഈ പേര് വെച്ച് ഇനി ചെയ്യത്തില്ല. അത് ഇവന് പറയാൻ മടിയുണ്ടെങ്കിൽ എനിക്ക് പറയാൻ മടിയില്ല, ഞാൻ അത് പറയും. അത് അശ്വിൻ ചേട്ടനും എടുത്ത തീരുമാനമാണ്. ബാക്കി അവരുടെ അടുത്ത് ഓൾറെഡി നമ്മളിത് അഡ്രസ്സ് ചെയ്തിട്ടുണ്ട്. അവരൊരു കാര്യം പറഞ്ഞിട്ട് അവരെന്താണോ ഡിസിഷൻ പറയണോ അതിനനുസരിച്ച് നമ്മൾ ഇതാക്കും. ലീഗലി റൈറ്റ്സ് മൊത്തം അശ്വിൻ ചേട്ടന്റെയും ഗോകുന്റെയും പേരില്ല. ഇത്രയും നാള് നിങ്ങൾ ഇതിനു മുമ്പ് ഈ പറയണത് പോലെ ഇവര് പല കാര്യം കോൺട്രവേഴ്സി ചെയ്തപ്പോഴും നല്ലത് ചെയ്തപ്പോഴും മറ്റേ വ്യൂവർഷിപ്പ് കൊണ്ടുവന്നപ്പോഴും ആളവിടെ പോയിട്ടില്ല. അശ്വിൻ ചേട്ടനോ ഗോകുവോ ഞാനാടാ ഓണർ എന്ന് പറഞ്ഞ് ആളാവാൻ അവിടെ പോയിട്ടില്ല. ഇത് ഇത്രയും വേഴ്സ് ആവുന്ന രീതിയിലോട്ട് പോകുന്നുണ്ടാ. കാരണം ഇവരെ ഉണ്ടാക്കി വെക്കുന്നതിന്റെ കോൺസിക്വൻസസ് നാളെ ഗോകുവിനും അശ്വിൻ ചേട്ടനും ഫേസ് ചെയ്യാൻ പറ്റത്തില്ല. ലൈവ് നമ്മളാണ് ഇപ്പൊ മാനേജ്മെന്റ് എന്നുള്ള രീതിയിൽ നമ്മളാണ് അതിൽ നിൽക്കുന്നത്. അല്ല നിങ്ങൾ അത് പറയാനുള്ള ഒരു കാരണമുണ്ട്. ഗോകു അത് പറയണതിന്റെ ഒരു കാരണമുണ്ട് ഗൈസ്. നിങ്ങൾ തൊപ്പിയുടെ ഒരു 1 year ബാക്കിലത്തെ ഒരു ലൈവില് നിങ്ങൾ തൊപ്പി ഒരു ദിവസം വന്ന് അഡ്രസ് ചെയ്തൊരു കാര്യമുണ്ട്. MRCക്ക് വേറെ ഓണേഴ്സ് ഉണ്ട്, വേറെ അതിനകത്ത് മാനേജ്മെന്റ് ഉണ്ട്. മാനേജ്മെന്റിനെ ഡിസിഷൻ എടുക്കാൻ പറ്റത്തുള്ളൂ. പെട്ടെന്ന് അങ്ങനെ ചാടി കയറി ഇന്നയാളെ മാറ്റി പുതിയ ആളെ റിക്രൂട്ട് ചെയ്യ് എന്ന് തൊപ്പി ലൈവിൽ ഇത് പറഞ്ഞായിരുന്നു. അപ്പം നിങ്ങൾ വിചാരിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ MRC ഒരു ഗ്യാങ്ങിനെ റിക്രൂട്ട് ചെയ്യുന്ന, ഒരു മെമ്പറിനെ റിക്രൂട്ട് ചെയ്യുന്നതൊക്കെ ഇവരുടെ പെർമിഷനോട് കൂടിയാണെന്നാണ് പല ആൾക്കാരും വിശ്വസിച്ചിരിക്കുന്നത്. ഇപ്പോഴും ഇവരുടെ MRC ബൂട്ട് ക്യാമ്പിന്റെ കാര്യത്തിലോ ഗ്യാങ്ങിന്റെ കാര്യത്തിലോ യാതൊരുവിധ ഇൻവോൾവ്മെന്റും ഗോകുവിനും അശ്വിൻ ചേട്ടനും ഇല്ല. അവരോട് പറഞ്ഞിട്ടുമില്ല, അവരോട് ഇതാക്കിയിട്ടുമില്ല. ഇതുവരെ നമ്മൾ അറിഞ്ഞിട്ടില്ല. നിങ്ങൾ ഇന്നലെ ലൈവിലെ ഓരോ കാര്യങ്ങൾ അറിയുന്നത് നമ്മളും അങ്ങനെയാണ് അറിയുന്നത്. സത്യമായിട്ടും ഇന്നലെ കാണുമ്പോൾ ഈ ബൂട്ട് ക്യാമ്പിലൊക്കെ ഇങ്ങനത്തെ പരിപാടിയാണ്, ഇതാണ് അതാണ് നടക്കുന്നതെന്നുള്ള കാര്യം നമുക്കത് ഭയങ്കര ബാഡായിട്ട് ഇവരെ അഫക്റ്റ് ചെയ്യും. എൻ്റെ പേഴ്സണൽ ലൈഫിൽ എനിക്ക് വളരെ വേണ്ടപ്പെട്ട 2 ആൾക്കാരാണ്, ഒന്ന് ഗോകു ആണേലും ഒന്ന് അശ്വിൻ ചേട്ടനാണേലും. ഇവര് രണ്ടുപേരും ഇവരുടെ സ്ട്രീമും കാര്യങ്ങളൊക്കെ ആയിട്ട് അവൻ ഇപ്പൊ നാട്ടിൽ വരുന്ന കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരിക്കുന്നു. അവൻ ഇതിന്റെ നാട്ടിൽ വന്നിട്ട് ഈ പറയണത് പോലെ ഇതിന്റെ ലീഗൽ കോൺസിക്വൻസസ് നോക്കി പുറകെ നടക്കാൻ പറ്റത്തില്ല. പൈസ എല്ലാം ഓർഗാൻ എടുക്കുന്നതെന്നാ പറയണേ. 5 പൈസ MRCയുടെ ബൂട്ട് ക്യാമ്പിന് വേണ്ടിയിട്ട് ഗോകുവോ അശ്വിൻ ചേട്ടനോ എന്തെങ്കിലും പൈസ അയച്ചിട്ടുണ്ടെന്ന് അല്ല അവൻ യു കെയില് ബർഗർ ഉണ്ടാക്കാൻ വേണ്ടി പോയിരിക്കുകയാണ് അവൻ, മനസ്സിലായ? മറ്റേ ഡയപ്പർ മാറ്റാനും മറ്റേ അത് പോകാനും ഇതുമാക്കാനും അവൻ ജീവിക്കാൻ വേണ്ടി അവിടെ പോയി നിൽക്കുക. അന്നേരമല്ലേ മറ്റേ ഇവമാർക്ക് മാസം മന്ത്ലി പൈസ അയച്ചു കൊടുക്കണം. നിങ്ങൾ കോമഡി പറയല്ലേ കൈ? സത്യം പറഞ്ഞ അവന്റെ അവസ്ഥ അവൻ അറിയാം. ഈ രാത്രി കാലങ്ങളിൽ നമ്മളെല്ലാരും കുത്തി ഇവന്റെ കൂടെ ഇരിക്കുന്നത് അവൻ തിരിച്ചു വന്നപ്പം അവൻ ഇപ്പോഴാണ് അവൻ തന്നെ പറയാറുണ്ട് ഞങ്ങളോട്, അളിയ ഇപ്പോഴാണ് സത്യം പറഞ്ഞ ഒരു സന്തോഷമൊക്കെ വന്നു തുടങ്ങിയെന്ന്. അവിടെ പോയതിനു ശേഷമാണല്ലോ ഇപ്പോഴാണ് ഒരു സന്തോഷമൊക്കെ വന്നു തുടങ്ങിയെന്ന് അവൻ തന്നെ 100 വട്ടം പറയാറുണ്ട്. ആ ഒരു എൻവയോൺമെന്റ് നമ്മളിപ്പോ കൊടുത്തേക്കുന്നത്. അല്ലാതെ അവന് മറ്റേ രാഖി രാമാനം പൈസ അയക്കാൻ അവൻ്റെ ഉണ്ടെങ്കിൽ അവൻ ആരായിരുന്നു? ഈ മാനേജ്മെന്റ് എന്ന് പറയണ മാനേജ്മെന്റ് നമ്മളല്ലത്. അല്ലെങ്കിൽ ഞാൻ പറയണത് ഗോകുവും അശ്വിൻ ചേട്ടനും അല്ല. ഗോകുവും പിന്നാടി அந்த ബ്രെയിൻ എടുത്ത് പോട്. ഞാൻ എടുത്ത് കളയാനാ പോയത്. എന്റെ വിഷയം പറഞ്ഞു. അപ്പൊ ആ ഒരു കാര്യം നമ്മള് അവരെ വിളിച്ച് അഡ്രസ് ചെയ്തിട്ടുണ്ട്. ഓൾറെഡി ഇഷ്യൂ തൊപ്പിയുടെ അടുത്തും പറഞ്ഞിട്ടുണ്ട്. GTA സൈഡിന്റെ കാര്യമൊന്നും അല്ല ഗൈസ് പറയണത്. GTA ആയിട്ട് അതൊന്നും ഇതിലോട്ട് നമ്മൾ ഡ്രാഗ് ചെയ്യുന്നില്ല.
അതൊക്കെ തൊപ്പിയുടെ GTA ഗ്യാങ് ആണെങ്കിൽ തൊപ്പി അതിനൊരു ഡിസിഷൻ എടുക്കണമല്ലേ നല്ലത്. GTA ഗ്യാങ്ങും നമ്മുടെ RP ഇഷ്യൂ ഒക്കെ നിങ്ങൾ വിട്ടേരെ. ഇത് അതിന്റെ പുറത്തുള്ള വേറൊരു കാര്യമാണ്. അതിന്റെ അത് വെച്ചിട്ടല്ല നമ്മൾ പറയുന്നത്. ഇതൊക്കെ കൈവിട്ട് പോയ കേസ് മനസ്സിലായില്ലേ ഇപ്പം. മറ്റതൊക്കെ എന്തേലും Eagle is clean, much appreciated, but Gogu kissed me on the cheeks in boot camp. അല്ലെ അലിഗേഷൻസ് ഒക്കെ വന്നു തുടങ്ങി കേട്ടാ. ഇവനെ ഒന്നും പറയാൻ പറ്റത്തില്ല. ഇവൻ വേണമെങ്കിൽ അവന്റെ ഫോട്ടോ വെച്ച് തന്നെ അവൻ ഉണ്ടാക്കി അവൻ തന്നെ ഇറക്കും. അവനൊരു അതിലൊരു ഇതുമില്ല, അവൻ ഉണ്ടാക്കും. അല്ലെ ഇൻവൈറ്റഡ് ആരെ അവനുണ്ടോ ഇവനുണ്ടോ? ഡീമൺ ആഷും ഇവനോ പപ്പനോ വരാങ്ക. ഡോൺ ചേട്ടൻ ഉണ്ട്. ഡോൺ ചേട്ടൻ അണ്ണനെ ഞാൻ മെസ്സേജ് ചെയ്തവരെ കണ്ടില്ല. ഗൈസ് അപ്പൊ ഒരു കളിയാ പോരാ അല്ല ഇങ്ങനെ ഗൈസ്. അപ്പം ഞാൻ പറയാം, നമ്മൾ ഉടനെ തന്നെ ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കുന്നതാണ്. അതുവരെ നിങ്ങളൊരു വെയിറ്റ് ചെയ്യും. എനിക്ക് ഇങ്ങനെ ഒന്ന് ലൈവിൽ എനിക്ക് ഇതേപോലെ എനിക്കറിയത്തില്ല, എനിക്കത് അറിയാലോ. യുനോ പറയാൻ മടിയുണ്ട്, കുറെ കാര്യങ്ങൾ പറയാൻ മടിയുണ്ട്. ഞാൻ അത് പറഞ്ഞല്ലോ ഗൈസ്. അതായത് ഇപ്പൊ അവൻ വന്ന് പറയുമ്പോ കുറെ ആൾക്കാർ വിചാരിക്കും മറ്റേ ഇതിന്റെ ക്രെഡിറ്റ് മുമ്പാൻ വരുവാണ്, അതാകുമ്പോ വരുവാണ് എന്നുള്ള രീതിയിൽ കൺവേർട്ടോടെ ചെയ്യുന്നത്. അത് കേൾക്കാൻ താല്പര്യമില്ല. സോ MRC സൈഡിൽ നിന്ന് ഒഫീഷ്യലായിട്ട് അവരുടേതായിട്ടുള്ള ഒരു അനൗൺസ്മെന്റ് ഇടും. അതിൽ MRCയുടെ തീരുമാനങ്ങളും അത് ഗോകുവിന്റെയും അശ്വിൻ ചേട്ടന്റെ തീരുമാനങ്ങൾ എന്തൊക്കെയാണോ അതും, അതുപോലെ കറണ്ട് സെനാറി ആയിട്ടുള്ള അവരുടെ ബന്ധങ്ങളും, പിന്നെ ഇതുവരെ ഉണ്ടായിരുന്ന ഈ പറയണ ഇവരുടെ കൺട്രോളിലല്ല ഇത് നടന്നിരുന്ന കാര്യങ്ങളിലുള്ള എല്ലാമായിട്ട് അവരൊരു സാധനം പോസ്റ്റ് ചെയ്യും. അത്രേ ഉള്ളൂ. അതിന്റെ ഇടയ്ക്കല്ല അവള് പുട്ട് കച്ചവടം. പിന്നെ ഗൈസ് അപ്പൊ അതൊക്കെ പോട്ട് വേറൊരു സംഭവം എനിക്ക് പറയാനുണ്ട്. അതെനിക്ക് വിഷമമാണ്. വേറൊരു സംഭവം, നമ്മൾ ഇപ്പം ഞാനും ഈകളൊക്കെ എല്ലാവരും കോച്ചൊക്കെ ലൈവ് ഇടുമ്പം നമ്മളുള്ള സമയത്ത് നിങ്ങൾ ഗോഡ് അത് ഈകള് അങ്ങനെയൊക്കെ പറഞ്ഞ് അടി കൂടുന്നത് ഓക്കെ. നമ്മൾ കളിക്കാത്ത ഒരു സ്ഥലത്ത് പോയി നിങ്ങൾ തമ്മിൽ അടി കൂടുന്നത് നമ്മൾ കാണുന്നുണ്ട്. അത് ഭയങ്കര ശോകമുള്ള പരിപാടിയാണ്, മനസ്സിലായോ? നമ്മൾ ലൈവ് ഇടുമ്പോൾ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ ഇങ്ങനെ കളിയാക്കുന്നതൊക്കെ ഓക്കെ. പക്ഷെ നമ്മളില്ലാത്ത ലൈവിലൊക്കെ പോയിട്ട് നിങ്ങളത് പറയുന്നത് അത് അതിര് വിട്ട് പോയൊരു സാധനമാണ്, മനസ്സിലായോ? അങ്ങനെ പോവല്ലേ. നമ്മളിതൊരു ഫണ്ടിന് വേണ്ടി ചെയ്യുന്ന ഒരു സാധനമാണ്. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഒരു എൻ്റർടൈൻമെൻറ്റ് ആവാൻ വേണ്ടിയാണ് നമ്മൾ തമ്മിൽ അങ്ങനെയൊക്കെ ആക്കുന്നത്. വോട്ടാരാന്ന അപ്പം നിങ്ങളത് നമ്മളില്ലാത്ത ലൈവിലൊക്കെ പോയി കിടന്ന് അവിടെ കിടന്ന് തമ്മിലടിക്കല്ലേ. വോട്ടിന്റെ അടി ഒന്ന് ലോബി വരാവോന്ന് അണ്ണ അവിടെ ഡോണുണ്ട്. എവിടെടാ ഇരിക്ക? ഈഗിൾ സെന്റർ ആയ அந்த ஹெச்க்கு ஃபெஸ்டிவல் சைட்டுக்கு ഈഗിള്. The main problem is people are not taking the seriousness of that problem. Everything they have done are jailable crimes. Yes. അതിലൊക്കെ നമ്മൾ തലയിടാൻ നിന്നിട്ട് എന്തൊരു കാര്യമാണ് ഗൈസ്. അല്ലേ ഇൻവൈറ്റാ കോച്ച് എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? യെസ്. എന്താ പറഞ്ഞേ? യെസ് എന്നാ പറഞ്ഞോളൂ. ஹாரிசன் ஃபெஸ்டிவல் சைட்டுக்கு வாயே, சீக்கிரம் வாயே, உனக்கு ஒரு வண்டி காணிக்கணும், அதுக்காக தான். ഇൻവൈറ്റ് ഇട്ടായിരുന്നല്ലേ നിനക്ക് ഓൾറെഡി? സെന്റർ വാ, ഹെച്ക്ക് വാ. വരുന്നു.